ആഫ്റ്റർ എഫക്ട്സിൽ നമുക്കൊരു 3D ഐക്കൺ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം കോമ്പോസിഷനിൽ ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ 3D ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അതിനുശേഷം ക്ലാസിക് 3D മാറ്റി അഡ്വാൻസ് 3D ആക്കിയതിന് ശേഷം ആ സോളിഡിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഒരു ഫ്ലോർ പോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം റൗണ്ട് ഷേപ്പ് ആയ ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ 3D ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡെപ്ത് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നീട് ആ ഷേപ്പ് ലെയർ കോപ്പി ചെയ്തെടുത്തിട്ട് അതിന് സ്ട്രോക്ക് ഓൺലി മാത്രമാക്കിയതിന് ശേഷം അതിനെ ഓവർലാപ്പ് ചെയ്ത് വെക്കുക. നമുക്ക് 3D ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഐക്കൻ്റെ വെക്ടർ ഫയൽ എടുത്തതിന് ശേഷം വെക്ടർ ഫയലിനെ ഷേപ്പ് ലെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ ലെയറിനെ 3D ആക്കിയതിന് ശേഷം നമുക്ക് വേണ്ട പൊസിഷനും റൊട്ടേഷനും കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളൊരു എൻവയൺമെൻറ്റ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ഷാഡോ ഓണാക്കി ഇടുകയും ചെയ്യുക. ഈ എൻവയൺമെൻറ്റ് ലൈറ്റിലേക്ക് പിന്നീട് നമ്മളൊരു HDRI മാപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3D എൻവയൺമെൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളാണ് ഒരു HDRI മാപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ട കളർ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മളൊരു നള്ള് ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഈ നള്ള് ലെയറിലേക്ക് നമ്മൾ 3D ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ച ഷേപ്പ് ലെയറുകളെ പാരൻറ്റ് ചെയ്തതിന് ശേഷം നള്ള് ലെയറിൻ്റെ Y ആക്സിസ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാനും കീ അനിമേഷൻ ചെയ്യാനും സാധിക്കുന്നതാണ്. നോയ്സ് റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് റെൻഡർ ഓപ്ഷനിൽ പോയിട്ട് റെൻഡർ ക്വാളിറ്റി കൂട്ടി കൊടുക്കാവുന്നതാണ്.